നമസ്കാരം. 1980കളുടെ ആദ്യം ബി.ജെ.പി. ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ടത് മുതൽ തന്നെ കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ ഉണ്ടായ ഒരു അവസ്ഥ സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെടുന്നതാണ്. മാത്രമല്ല വോട്ട് വിൽപ്പന നടത്തുന്നു സ്ഥാനാർത്ഥികൾ എന്നുള്ള ആരോപണവും ബി.ജെ.പിയുടെ പേരിൽ അന്നൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. ദീർഘകാലം ബി.ജെ.പിക്ക് കേരളത്തിൽ അടിത്തറയില്ല, അതല്ലെങ്കിൽ ബി.ജെ.പിക്ക് വളരാൻ കഴിയുന്നില്ല, നിയമസഭയിലോ അതുപോലെ മറ്റ് ജനപ്രാതിനിധ്യ സഭകളിലോ ഒക്കെ തന്നെ അംഗങ്ങളെ നേടാൻ കഴിയുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാപകമായി തന്നെ ഉയർന്നിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ടാണ് ബി.ജെ.പിക്ക് ഉദ്ദേശതരത്തിലുള്ള വളർച്ച ഉണ്ടാകാത്തത് എന്നുള്ള ബി.ജെ.പിയുടെ അന്വേഷണത്തിനൊടുവിലാണ് ഇതിനുള്ള ശക്തമായ നീക്കങ്ങൾ പിന്നീട് അവർ ആരംഭിച്ചത്. ഏതായാലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി രാജഗോപാൽ തിരുവനന്തപുരത്തെ നേമത്ത് നിന്ന് വിജയിച്ചതോടുകൂടി അവർക്ക് ഇതിനൊക്കെ സാധിക്കും എന്ന് ബി.ജെ.പിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി കൂടി വിജയിച്ചതോടെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് ഒരു കാര്യം മനസ്സിലായി: ആഞ്ഞു പിടിച്ചാൽ കേരളത്തിൽ ബി.ജെ.പിക്കും മറ്റ് രണ്ട് മുന്നണികളെയും പോലെയോ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ അവരെ കടത്തിവെട്ടിക്കൊണ്ടോ മുന്നേറാൻ കഴിയുമെന്ന്. കാരണം കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ മൊത്തം മാറിമറിയുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈഴവ സമുദായവും അതല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ തന്നെ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്തു തുടങ്ങി എന്നുള്ള പരമാർത്ഥം അവർ മനസ്സിലാക്കുകയും പിന്നീട് ഇതിനുള്ള പ്രത്യേക സ്ട്രാറ്റജികൾ അവർ തയ്യാറാക്കുകയും ചെയ്തു. കൺവെൻഷനലായ നേതാക്കന്മാർക്ക് പകരം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ അതല്ലെങ്കിൽ ടെക്നോക്രാറ്റായ പ്രൊഫഷണലായ ഒരാളിനെ സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഏൽപ്പിച്ചതൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഏതായാലും കേരളം പിടിക്കാൻ തന്നെയാണ് ബി.ജെ.പി. പുറപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ അമിത്ഷാ തന്നെയായിരിക്കും. അമിത്ഷായെക്കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അതിവിദഗ്ധനായ ഒരു നേതാവാണ്. ഈയിടെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും ഇവിടെയുള്ള സംസ്ഥാന നേതാക്കളുമായൊക്കെ തന്നെ വളരെ വിശദമായ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ചുള്ള ഏത് റിപ്പോർട്ടും കിട്ടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എങ്ങനെയാണ് കേരളത്തിൽ ബി.ജെ.പിക്ക് വിജയം നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തന്ത്രങ്ങൾ അദ്ദേഹത്തിന് നന്നായി അറിയുകയും ചെയ്യാം. ഏതായാലും വളരെ കർക്കശക്കാരനായ അതേസമയം പ്രൊഫഷണലായ കാര്യങ്ങൾ നീക്കുന്ന അമിത്ഷാ തന്നെയായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പിയുടെ ഭാഗധേയം നിർണ്ണയിക്കുക എന്നുള്ള കാര്യവും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. കാരണം അമിത്ഷായുടെ നീക്കങ്ങൾ എപ്പോഴും വളരെ ചടുലമായിരിക്കും. നിലവിൽ പല സംസ്ഥാനങ്ങളിലും ബി.ജെ.പിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാതിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഭരണത്തിൽ പോലും എത്താൻ കഴിഞ്ഞതിൽ അമിത്ഷാ എന്ന തന്ത്രശാലിയായ നേതാവ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരുപക്ഷെ അവർ കുറേ വാർഡുകൾ നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും അവർക്ക് വലിയ നേട്ടമായി മാറിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള വളരെ പ്രബുദ്ധമായ ഏറ്റവും അധികം വിദ്യാഭ്യാസ ആളുകൾ താമസിക്കുന്ന ഒരു കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞാൽ പുതുതലമുറയെ തങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുവരാൻ ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യം അമിത്ഷായ്ക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം അത് സംസ്ഥാന നേതൃത്വത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭാവിയിൽ സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ള നേതാക്കൾക്കൊക്കെ തന്നെ അതിനുള്ള ആ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വാർഡുകളാണ് അവർ പ്രവർത്തനത്തിനായി നൽകിയിരുന്നത്. ഇവിടെയൊക്കെ തന്നെ അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയാത്ത മണ്ഡലങ്ങൾ ഏതാണെന്നുള്ളതും കൃത്യമായി തന്നെ അവർ നോക്കി വെച്ചിട്ടുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ ആധുനിക കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ തന്നെ വലിയ സംവിധാനങ്ങൾ അവർക്ക് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അമിത്ഷായുടെ നേതൃത്വത്തിൽ കൃത്യമായി ഇനി അങ്ങോട്ട് ഓരോ ചുവടും സൂക്ഷിച്ച് മുന്നോട്ട് വയ്ക്കാൻ തന്നെയാണ് ബി.ജെ.പി. ഒരുങ്ങുന്നത്. ഇതിൽ വരണ്ടു നിൽക്കുന്നത് മറ്റ് രണ്ട് മുന്നണികൾ തന്നെയാണ്. കാരണം ബി.ജെ.പി. എത്ര സീറ്റുകൾ നേടുമെന്ന ആശങ്ക അവർക്കുണ്ട്. പക്ഷേ ഒരുപാട് സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പിന്, അതായത് 2031 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ബി.ജെ.പിയുടെ ആത്യന്തികമായ അവരുടെ കൃത്യമായ ലക്ഷ്യം. അന്ന് കേരള ഭരണം പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിലെ ബി.ജെ.പി. ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ് അമിത്ഷായുടെ ലക്ഷ്യം. അതിനായി കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും കളത്തിലിറക്കുന്നുണ്ട്. അതുപോലെ ബി.ജെ.പിയിൽ ചേർന്ന ഒരുപാട് വളരെ മിടുക്കന്മാരെ ആളുകളുണ്ട്. അവരുടെ നിന്ന് സേവനം ഇനിയും സംസ്ഥാന നേതൃത്വം പ്രയോജനപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇവരെ എല്ലാവരെയും കളത്തിലിറക്കി കൃത്യമായി ഓരോ മണ്ഡലത്തിൻ്റെയും പൾസ് എന്താണെന്ന് മനസ്സിലാക്കി അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ആരാണെന്ന് മനസ്സിലാക്കി മാത്രം ആയി നിർത്തുകയും അങ്ങനെ അത് വിജയത്തിലേക്ക് എത്തിക്കാനും തങ്ങളുടെ സാന്നിധ്യം കേരളത്തിൽ അനിവാര്യമാണ്. അതല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ വിഹായസിൽ ബി.ജെ.പി. എന്നുള്ള പാർട്ടിക്ക് വലിയ തോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, ഞങ്ങൾക്ക് നാളെ ഒരുപക്ഷെ കേരളം പിടിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം പകരുന്ന തരത്തിലാണ് ഇപ്പോൾ അമിത്ഷാ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഏതായാലും അമിത്ഷാ കളത്തിലിറങ്ങുന്നതോടുകൂടി കേരളത്തിലെ ബി.ജെ.പിയുടെ നേതൃത്വവും അത് റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തനം നടത്തേണ്ടി വരും. കാരണം അമിത്ഷായാണ് ആളെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം.
കൃത്യമായി കാര്യങ്ങൾ പ്രശ്നം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടി സ്വീകരിക്കാനും അദ്ദേഹം എപ്പോഴും തയ്യാറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നേതാക്കന്മാരെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കാനും അങ്ങനെ കേരളത്തിലേക്ക് BJPയുടെ ഒരു ഭരണം 2033 കൊണ്ടുവരാൻ ഉള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെയായിരിക്കും അമിത്ഷാ നടപ്പിലാക്കുക. അതിൻ്റെ ഭാഗമാകുക എന്നുള്ളത് മാത്രമായിരിക്കും കേരളത്തിലെ നേതാക്കൾ വഹിക്കേണ്ടുന്ന പങ്ക്. ഏതായാലും അമിത്ഷാ കളത്തിലിറങ്ങുകയാണ്. നാളെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഒരുപക്ഷെ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നാന്ദി കുറിക്കുന്ന പരിപാടി തന്നെയായിരിക്കാം നാളെ തിരുവനന്തപുരത്ത് നടക്കുക. അതേ തുടർന്ന് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ അമിത്ഷാ തന്നെയായിരിക്കും കേരളത്തിലെ BJPയെ എങ്ങോട്ട് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അന്തിമ നിർദ്ദേശം നൽകുക.